അപ്പോൾ നമ്മൾ ട്രെയിനിൽ തിരുവനന്തപുരത്താണ് ഞങ്ങൾ പോണത്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ട്രെയിൻ പോണ സ്ഥലം. അപ്പോൾ നമ്മുടെ കോച്ച് നമ്പർ 7 ആണ്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പുഴയിലേക്ക് ഇറങ്ങണതൊക്കെ വരച്ചിട്ടുണ്ട്. എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്, എനിക്ക് കുറേ ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ അമ്പലങ്ങളാണെന്നുകൊണ്ട് വരച്ചു വെച്ചിട്ടുള്ള കുറെ വീടൊക്കെ ഉണ്ട്. ഇത് ആകാശാണ്. അപ്പൊ ഇത് വടക്കുന്നാഥരമ്പലാണ്. അപ്പൊ ഇവിടെ ദുരപ്പള്ളി ഉണ്ട്, വെള്ളച്ചാട്ടാണ്, ഇവിടെ പുലിക്കളി ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്, എനിക്കെന്നറിയത്തില്ല കുറെ. ഇത് ഭരതനാട്യം കഴിക്കുന്ന കുറെ ചേച്ചിമാര്. ഇത് ക്രിസ്മസ് അപ്പൂപ്പ്. അപ്പൊ നമ്മൾ കോച്ച് നമ്പർ എത്തിയിട്ടുണ്ട്. അപ്പൊ 7 നമ്മുടെ കോച്ച് നമ്പർ. ട്രെയിൻ വരാൻ കാത്തിരിക്കുകയാണ്. വന്ദേ ഭാരതിലാണ് ഞങ്ങൾ പോണത്. അപ്പൊ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വേറൊരു ചോപ്പ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വന്ദേ ഭാരത് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരാൻ പോണത് വന്ദേ ഭാരതാണ്. അപ്പം ഞങ്ങൾ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് വന്ദേ ഭാരത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മോളിൽ കൂടെ നടക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. ദേ വരുന്നു, ഇതിൽ കൂടെ അതാണ് വന്ദേ ഭാരത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തുള്ളിച്ചാടാണ്. അപ്പം അത് ഞാൻ വന്ദേ ഭാരത് എന്ന വീഡിയോ പിടിക്കുകയാണ്. ദേ വരുന്നു വന്ദേ ഭാരത്. ഇത് നേരത്തെ വന്നു കേട്ടോ, ഞങ്ങൾക്ക് 6:13 വരേണ്ടതായിരുന്നു. കണ്ടോ എന്ത് ഭംഗിയാന്ന്. ഇത് ഇത്തിരി മോഡേണാണ്. ഇത് ഫ്ലൈറ്റ് പോലെ നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ലഗേജ് മുകളിൽ കയറ്റി വെക്കാൻ പറ്റും. പിന്നെ നല്ല ഫ്ലൈറ്റ് പോലെ തന്നെയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം അത് ഫുഡിൻ്റെ സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കുറേ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ
ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്. അമ്മാവിയും ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെയാണ് ഫുഡൊക്കെ വെക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് വന്ദേ ഭാരതിൻ്റെ ഉള്ളിലുള്ള സീറ്റുകൾ. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് നോക്കാണ്. അതിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ നമ്പർ ഉണ്ടാവും. നമ്മുടെ ഏതാണ് നമ്പർ, അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതാണ് വന്ദേ ഭാരതിൻ്റെ 7ാമത്തെ കോച്ച്. അപ്പം അതായത് പുറത്തത്തെ ഭാഗമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് വെള്ളം ലൈനിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയിൽ നീർന്നാണ് കൊടുത്തിട്ടുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് തൃശ്ശൂരിൻ്റെ ഭാഗങ്ങൾ. ഇനിയും കുറേ നേരത്തെ യാത്രയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുത്തെ ഒരു കാല് വെക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒരു സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റിത്തെ പോലെ തന്നെയാണ്. അങ്ങനെ അതുപോലെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബാക്കിലേക്ക് പോണ സീറ്റാണ്. അപ്പം ഇവിടെ ഫുള്ളും ചെടി പിടിച്ച് കിടക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സാനിറ്റൈസറാണ്. പിന്നെ നമുക്ക് ഒരു എല്ലാ പിക്കിളും മിക്സായിട്ടുള്ളൊരു പിക്കിൾ കിട്ടിയിട്ട് തൈര് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി പിന്നെ ചോറും കറികളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വാതിലാണ് കേട്ടോ ഗൈസ്.
അപ്പം ഗൈസ് നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതിൽ നമ്മൾ എവിടെ എത്തിയെന്ന് പിന്നെ എവിടേക്ക് എത്തണമെന്നും കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ വന്ദേ ഭാരതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പം നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കുറേ ഉണ്ട് നടക്കാൻ. ഇത് വലിയ ട്രെയിനാണ്. അപ്പം അവിടുന്ന് ഫുഡൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ടുവരാൻ ഒരു മാമനും ഉണ്ടായിരുന്നു. അപ്പം അതേ വന്ദേ ഭാരതത്തിലത്തെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടെ ഫുഡ് ഇറക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിൽ ഞങ്ങൾ കുറേ വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടു. ഇത് VIP-കളുടെ സ്ഥലം തോന്നുന്നുണ്ട്. ചോപ്പ സീറ്റുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരാൾ നടക്കണൊക്കെ ഉണ്ട്. അപ്പം അതേ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കുറേ പേര് വെയിറ്റ് ചെയ്യണൊക്കെ ഉണ്ട്. ബൈ ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.